ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് മുട്ടയും ഗോതമ്പ് പൊടിയും വെച്ചിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് ഈവനിങ്ങിൽ സ്നാക്സ് ആയിട്ടും ഉണ്ടാക്കാവുന്നതാണ്. ഇതിന് വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല. ഇത് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ വീഡിയോ മുഴുവൻ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞാനിന്നിത് ബ്രേക്ക്ഫാസ്റ്റ് ആയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 കപ്പ് ഗോതമ്പ് പൊടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 250 ml കപ്പിൽ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു മുട്ടയാണ്. മുട്ട നമുക്ക് പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിരുന്നു. അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. ഇങ്ങനെ പഞ്ചസാര ചേർക്കുന്നത് ഈ ഒരു പലഹാരത്തിന് ചെറിയൊരു മധുരം കൊടുക്കും. അധികം മധുരമൊന്നും ഉണ്ടാവില്ല. ഇനി നിങ്ങൾക്ക് കുറച്ചധികം മധുരം വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് കൂട്ടാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടി അളന്ന അതേ കപ്പിൽ 2 കപ്പ് നോർമൽ വാട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പം നമ്മളിതെല്ലാം കൂടി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാണ് ഈ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി. നമ്മുടെ ദോശ മാവിൻ്റെയൊക്കെ ആ ഒരു പരുവത്തിലിരിക്കും. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതുപോലൊരു ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായോ എന്നറിയാൻ കുറച്ച് മാവ് അതിലിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കതിലേക്ക് മാവ് കോരി ഒഴിച്ചു കൊടുക്കാം. മാവ് കോരി ഒഴിച്ച് കൊടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാൻ. അതിനുശേഷം തീ കുറച്ച് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാവുന്നതാണ്. ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 2 മിനിറ്റ് നേരം ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം മറിച്ചിട്ട് കൊടുത്തും ഒരു 2 മിനിറ്റ് നേരം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഒരു ഭാഗം ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുത്തും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ചേർത്തിട്ടില്ല. എന്നിട്ട് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ 2 സൈഡും ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്നും കോരിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മാവും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ പണിയുള്ളൂ. നമ്മുടെ ഗോതമ്പ് പൊടിയും മുട്ടയും വെച്ചിട്ടുള്ള പലഹാരം റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഏകദേശം നമ്മുടെ കണ്ണൂർ സ്റ്റൈൽ മുട്ടയപ്പൊക്കെ ഉണ്ടാക്കുന്ന അതേ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ അരിക്ക് പകരം ഗോതമ്പ് പൊടി യൂസ് ചെയ്തു. അപ്പോൾ മുട്ടയപ്പത്തിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ കാണണം. നമ്മൾ കുറച്ച് പഞ്ചസാര കൂടി ചേർത്തുകൊണ്ട് ഇത് ചെറിയൊരു മധുരവും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ കറികളില്ലാതെ കഴിക്കാനും ഇത് നല്ല ടേസ്റ്റാണ്. രാവിലേക്ക് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.